സുഹൃത്തുക്കളെ, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ്. ഈ ടെക്നോളജിയുടെ വളർച്ച നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയല്ല. ഒരിക്കൽ കമ്പ്യൂട്ടർ ഇറങ്ങി, അതുപോലെ സി ഡി റോം ഇറങ്ങിയ ഒരു സമയത്ത് 1X CD റോം ഇറങ്ങിയത്. അതുപോലെ പണ്ട് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ വന്നു. അതുപോലെ എക്സ്റ്റൻഡഡ് ടെക്നോളജിയും ഓൾഡ് പഴയ ടെക്നോളജിയൊക്കെ മാറിയിട്ട് ഈ ഒരു മോഡേൺ ടെക്നോളജിയുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു വിപ്ലവത്തിലേക്ക് വന്നു. അതുപോലെ IC ചിപ്പ് ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ മൈക്രോ ചിപ്പ് കണ്ടുപിടിച്ചത് വലിയൊരു വിപ്ലവമായിരുന്നു. ആ മൈക്രോ ചിപ്പ് കണ്ടുപിടിച്ചതിലും വലിയൊരു വിപ്ലവമാണ് ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി. ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് ഈ ടെക്നോളജി. അപ്പം പ്രത്യേകിച്ച് ChatGPT അല്ലെങ്കിൽ ജെമിനി, അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല ടൂൾസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പഠിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം തന്നെ നമ്മൾ മാർക്കറ്റിലൊന്ന് നോക്കി, ഏതാണ്ട് ഇവിടെ ടോട്ടൽ ഇൻഡസ്ട്രിയുടെ 55% ഓഫ് ദ ടോട്ടൽ ഇൻഡസ്ട്രി, 55% ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ക്ലോസിങ് ഡൗണിൻ്റെ വക്കിലാണ്. അത് കാരണം അതിൻ്റെ റീസൺ അവർ തന്നെ അറിയുന്നില്ല. എന്തുകൊണ്ട്? മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യാത്തതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ നാടോടുമ്പം നടുവേ ഓടുക എന്നല്ല പറയുന്നത്. ഇപ്പോൾ ആമസോൺ വന്നു, അതേമാതിരി പല ഇങ്ങനെയുള്ള ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തന്നെ അതുപോലെ വലിയ ഷോപ്പിംഗ് മാൾ വന്നു. അപ്പോൾ അങ്ങനെ ആണെന്നൊരു കുറേ ഇൻഡസ്ട്രിയുടെ പ്രശ്നം വന്നു. അപ്പോൾ ഈ ഓൺലൈൻ ഇതുള്ളതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിലെ ടോട്ടൽ വോള്യത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓൺലൈനിൽ കൂടെ പോകുന്നു. കാരണം ഇന്ന് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ്. എല്ലാവരുടെയും നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ ഇങ്ങനെ മൊബൈൽ കൊണ്ട് നടക്കുക. അപ്പോൾ ഒരു ചൂണ്ടുവിരലിൽ നിന്ന് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങളൊരു സാധാരണ ഒരു വ്യവസായി, ചെറിയ എന്തെങ്കിലും കടകളൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് മാർക്ക്, നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ടാക്കണം. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ഒരുപാട് ഒത്തിരിഞ്ഞ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് എല്ലാം നമ്മുടെ ഒരു ഇൻട്രൊഡക്ടറി പർപ്പസിന് വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നൂടെ ഒരുപാട് ആൾക്കാർക്കറിയാം. എന്നാൽ ഒരുപാട് ആൾക്കാർക്കറിയാത്ത ആൾക്കാരുണ്ട്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചില പിക്ചേഴ്സ് ആദ്യം ഞാൻ ഉണ്ടാക്കി, ആ പിക്ചേഴ്സ് മൂവ് ചെയ്യുന്നതായിട്ട്, പിന്നെ ഇത് നമുക്ക് സ്ലൈഡായിട്ട് പല രീതിയിൽ ചെയ്യാനുള്ള രീതിയിൽ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് അതുപോലെ ക്യാൻവ എന്ന് പറഞ്ഞ ക്യാൻവയുടെ ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ക്യാൻവയുടെ തന്നെ ക്യാൻവ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പല പർപ്പസിന് നമ്മൾ വീഡിയോ ക്രിയേഷന് അങ്ങനെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ഈ അഡോബിൻ്റെ ഫയർഫ്ലൈ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എഡിറ്റിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ ആനിമൽ, പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള ഒരു സ്നോയിൽ അല്ലെങ്കിൽ ഒരു മങ്കി ഒരു ഡോഗിൻ്റെ കൂടെ കളിക്കുന്നതായിട്ട് നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ടാക്കണം. നമുക്ക് വിത്തിൻ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ രീതിയിൽ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട്. അതുപോലെ ഫ്ലോ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അതുപോലെ ഫ്ലോ എന്ന് പറഞ്ഞത്, അതുപോലെ InVideo.io എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നമുക്ക് ഇതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പല വീഡിയോ യൂസ് ചെയ്യാം. അതുപോട്ടെ, നമുക്കെല്ലാവർക്കും ലോഗോ വേണം. ഏതൊരു ബ്രാൻഡ് ആയാലും അതിനൊരു ഐഡൻറ്റിറ്റി വേണം. അപ്പോൾ അതിന് ഒരു ലോഗോ ഉണ്ടാക്കണം. നിങ്ങൾ ഒരു ലോഗോ ഉണ്ടാക്കാനാണെന്ന് ഒരു മിനിമം 1000 മുതൽ 2000 രൂപ വെച്ചിട്ട് ചാർജ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കണവർ നിങ്ങൾക്ക് ഈ ഒരു ചിലപ്പോൾ ChatGPT അങ്ങനെ ചെറിയൊരു ഇതുകൊണ്ട് നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ലോഗോ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. പക്ഷേ എന്ന് വരില്ല, അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ കോളേജിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, കോളേജിൽ പോകുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആർക്കും ഇത് പഠിക്കാം. കാരണം ഈ ടെക്നോളജിയുടെ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ലെന്ന രീതിയിൽ നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊന്നുമില്ല, ഒരു ഇംഗ്ലീഷ് നോളജിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് സാധാരണക്കാർക്കുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കാൻ പറ്റുമെന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഈ ടെക്നോളജിയുടെയും ഈ ഓപ്പർച്യൂണിറ്റിയുടെയും കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകൽ, അല്ലെന്നൊരു അതുപോലെ നമ്മൾ പേടിച്ച് പോകൽ. കാരണം പലരും വിചാരിക്കും ഇത് മാത്സാണ്, കണക്കാണ്, അല്ലെന്നൊരു എനിക്ക് അതിന് വീക്കാ, അല്ലെന്നൊരു ഇങ്ങനെയുള്ള കോഡിംഗ് ഉണ്ട്. ഒരു കോഡിങ്ങും ഇല്ല, ഒന്നുമില്ല. ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനോ വായിക്കാനോ അറിയുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാമെന്നുള്ള മനസ്സിലാക്കുക. ഇപ്പം മലയാളത്തിലും അവൈലബിളാണ്. ഞാൻ പേഴ്സണലി ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ പറഞ്ഞത്. അതുപോലെ AI.Vidic എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ട് അതുപോലെ AI.Vidic.com എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ആപ്പുണ്ട്. ഇപ്പം
അതുപോലെ നമുക്കിപ്പോൾ ചെറിയ ഒരു എന്തെങ്കിലും ഒരു ആരുടെയും ഒരു ഇത് കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലോഗോയോ അല്ലെന്നൊരു ഒരു കാര്യമോ ഒരു പിക്ചറോ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 ടെലിഫോൺ നമ്പർ മാറ്റണം, അല്ലെന്നൊരു ചെറിയ നമ്പർ വല്ല മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാനാണെന്ന് വരിയിൽ വേറൊരു ആപ്പുണ്ട് ക്ലീൻ പിക്ചർ. അങ്ങനെ ഒരുപാട് ആപ്പുണ്ട്. പോട്ടെ നിങ്ങൾക്കൊരു CV റൈറ്റ് ചെയ്യണം. CV പോലും ഇന്ന് നിങ്ങൾക്ക് പ്രൊഫഷണലിൽ പല ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു CV ഇല്ല. അല്ലാന്നൊരു ആ CV ഉണ്ടാക്കേണ്ടത് ഈവൻ നമുക്കത് എങ്ങനെ പറയണം, അതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത്, നമുക്കത് പറയുന്ന പ്രോംപ്റ്റ് റൈറ്റിങ്. നമ്മൾ ഒരു CV നമുക്ക് വേണ്ടി നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യണമെന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ ആ ഒരു രീതിയിലുള്ള റൈറ്റിങ് അല്ലെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ChatGPT പോലും നമുക്കൊരു CV ഉണ്ടാക്കി തരുമെന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ള ഈ ടെക്നോളജി ഇന്നുണ്ട്. അതായത് വിരൽത്തുമ്പിലെ സൂര്യനെന്ന് പണ്ട് പറയുന്ന മാതിരി ഈ ടെക്നോളജിയാണെന്ന് വിരൽത്തുമ്പിലെ സൂര്യൻ. അപ്പോൾ ആ ടെക്നോളജിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പഠിക്കുകയോ എടുക്കുക വേണമെന്നില്ല, ഇതിനെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കോൺടാക്ട് ചെയ്യാം, എടുക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരുപാട് വാസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ പഠിക്കുക എടുക്കുക, അതൊന്നും മടി കാര്യങ്ങൾ ഒരു ഏജ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിന് ഒരു ഏജ് ഇല്ല. ഒരു 2 വർഷത്തിന് മുമ്പ് Excel VBA അതുപോലെ പവർ പോയിന്റ്, പിന്നെ പവർ BI ഇതിനൊക്കെ വളരെ ഡിമാൻഡായിരുന്നു. പക്ഷേ എന്നാലും ഇന്നിപ്പം മനസ്സിലാക്കുക ഈ പവർ BI ഒക്കെ പോലും പലപ്പോഴും എന്ന് പറഞ്ഞാൽ കടത്തി വെട്ടാൻ ഒരുപാട് കഴിവുണ്ട് ഈ ChatGPTക്ക് പോലും. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഇപ്പം മൾട്ടിപ്പിൾ കസ്റ്റമർ, അതായത് ജപ്പാൻ, തൈവാൻ അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ കസ്റ്റമറുള്ള ഒരു കമ്പനിയാണെന്നൊരു ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്ര കസ്റ്റമർ ഏതൊക്കെ ഐറ്റം വാങ്ങിക്കുന്നു, അല്ലെന്നൊരു നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റം ഏതാണ്, അങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ഡേറ്റയുടെ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പോലും അല്ലെന്നൊരു അത് റിലേറ്റഡ് ആയിട്ട് ഗ്രാഫ് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൻ്റെ പോലും ആ ഒരു ഇതുപോലും നമുക്ക് ChatGPT അല്ലെന്നൊരു ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള പല ടൂൾസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അപ്പം വിദ്യാഭ്യാസം പോലും ഈ ഒരു രീതിയിലുള്ള കുത്തിയിരുന്ന് പഠിക്കാത്തവർക്ക് ഈ ഉള്ള AI ടെക്നിക്ക് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകാൻ മാത്രമല്ല എവറിത്തിങ് ഈസ് ഇൻ ഫിംഗർ ടിപ്പ് എന്ന് പിന്നെയും പറയുവാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് മാസം ചിലപ്പോൾ 50,000 1 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള ഒരുപാട് സിറ്റുവേഷൻ ഓപ്പർച്യൂണിറ്റി എല്ലാം ഇവിടെ ഉണ്ട്. കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ, അല്ലെന്നൊരു മൾട്ടിപ്ലായുള്ള വാട്സപ്പ് മെസ്സേജുകൾ അയക്കാൻ, അല്ലെന്നൊരു ഇങ്ങനെയുള്ള ഇത് ഉപയോഗിച്ചിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്ക് യൂസ് ചെയ്യാനും എടുക്കാനും, അല്ലെന്നൊരു നിങ്ങൾക്ക് തന്നെ ആൾക്കാർക്ക് വേണ്ടി വേണം ലോഗോ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനൊരു പീസ് വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെയുള്ള മൾട്ടിപ്പിളായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ലോഗോ വേണമെന്നുണ്ടെന്നൊരു കോൺടാക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ അത് ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ വെളിയിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ചെയ്യിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാട്ടെ ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സിന് പോലും നാളെ എന്ന് പറഞ്ഞാൽ പണി കുറയുന്നതാണ്. കാരണം ഈ റോബോട്ടിക്കായിട്ടുള്ള പല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസൊക്കെ വന്നിട്ടുണ്ട്. അവർ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം തന്നെ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന് പോലും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ പോലും ഹൈ സർജറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ റോബോട്ട് പോകുന്ന അക്യുറസി ഉണ്ട്. അപ്പോൾ അങ്ങനെ അക്യുറസി പാർട്ടൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ പോലും വെല്ലുവിളിയാണ്. അതുപോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വെല്ലുവിളിയാണ്. വിദ്യാഭ്യാസം എന്നാൽ ഇത്തരം ടീച്ചേഴ്സിൻ്റെയൊക്കെ ഇനി ആവശ്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ വരും. കാരണം ഈ ടെക്നോളജിയുടെ അതിപ്രസരം നമ്മളിപ്പോൾ സാധാരണ ഒരു കുട്ടിയാട്ടെ ChatGPTയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മതി പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. അതല്ലെന്നൊരു ജെമിനി ഇങ്ങനെയൊക്കെ ഉള്ളൊരു ടൂൾസ് പക്ഷേ എന്നൊരു നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അതിൻ്റെ പ്രോംപ്റ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ വൈഡ് ആൻഡ് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നൊരു അവർക്ക് അറിഞ്ഞുകൂടാ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യലിൻ്റെ അല്ലെന്നൊരു ഇതിൽ ഒരു ജസ്റ്റ് 5% മാത്രമേ നമുക്ക് സാധാരണ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറിയത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവയർനെസ്സോ കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ ആൾക്കാർ താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള പല ടൂൾസ് ഉണ്ട്. നമ്മുടെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു 20 എക്സ്ട്രാ ടൂൾസ് ഈ പറഞ്ഞ പല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനും എടുക്കാനും ഒക്കെ താല്പര്യമുണ്ടെന്ന രീതിയിൽ ഈ ഒരു സബ്ജക്റ്റ്, അതായത് AI ടെക്നോളജി എന്ന് എഴുതിയിട്ട് അതിൻ്റെ ജസ്റ്റ് താഴെ വാട്സപ്പ് മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിപ്ലൈ വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള താല്പര്യം ഉണ്ടെന്നൊരിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, വാട്സപ്പ് അയക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു ടെക്നോളജിയുടെ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെല്ലാം യൂസ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യാം. അല്ലെന്നൊരു നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷേ എന്നൊരു നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തേനെക്കാട്ടിലും
ഒരു 50% കൂടെ സാലറി കൂട്ടിക്കിട്ടാനൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെന്നേലും നമുക്ക് വീഡിയോ പോലും പല രീതിയിലുള്ള നിങ്ങൾക്ക് തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കാം. നമുക്ക് ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ യൂട്യൂബ് എടുക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിനും ഒറ്റ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കാരണം അതെന്തുകൊണ്ട് അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്കും ആ ഒരു ലെവലിൽ എത്താൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ വെളി കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, നമുക്കിതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ എഡിറ്റിങ് അല്ലെ റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ടെക്നിക്കൽ സ്കില്ല് വേണ്ട, അങ്ങനെയുള്ള വേറെ സർട്ടിഫിക്കറ്റോ അതോ ഇതോ ഒന്നും വേണ്ടാതെ ഒരു കുട്ടികൾക്കുള്ളും, പ്രത്യേകിച്ച് അതുപോലെ ഇപ്പോൾ സമ്മറായിട്ടുള്ള ഒരു സീസണാണ്, പല കുട്ടികളും വീട്ടിലിരിക്കുകയാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കാനും മാത്രമല്ല, ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നില്ലെന്നൊരു നമ്മൾ പണ്ട് മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തിൻ്റെ കഥയായി അവശേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ യൂസ് ചെയ്യുക. നല്ല രീതിയിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ഇത് പഠിക്കാൻ ഇവൻ കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, ഈ കമ്പ്യൂട്ടറിൻ്റെ വാസ്റ്റായിട്ടുള്ള വൈഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ യൂസ് ചെയ്യണം. കാരണം അതിനിപ്പോൾ പല കേസിലും എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൊബൈൽ മാത്രം മതി. പല ആൾക്കാർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ കാണത്തില്ല, അങ്ങനെയുള്ളവർക്കൊരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ. ചിലപ്പോൾ കുട്ടികളുടെ കയ്യിലില്ലെന്നൊരു പേരൻസിൻ്റെ മൊബൈലായാലും ഒരു ടൈമിലോ കൊടുത്തു കഴിഞ്ഞാൽ പല കാര്യങ്ങളും അതിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ പല ബിസിനസ്സിനുള്ള ക്വാളിറ്റി ലീഡ്സ് കിട്ടാൻ, ബിസിനസ് ബൂസ്റ്റ് ചെയ്യാൻ, അങ്ങനെ പല രീതിയിലുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജിക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ടെക്നിക്സിന് വേണ്ടി നമുക്ക് ഈ ഒരു AI ഇപ്പോൾ യൂസ് ചെയ്യാമെന്നുള്ള മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് പല പിക്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലോങ് ആയിപ്പം ഇത് ബാങ്കിങ് സെക്ടറിലുള്ള രീതിയിലുള്ള യൂസ് ചെയ്യാൻ, അല്ലെന്നൊരു സ്കൂൾ കോളേജ് അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് പല ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ, പിന്നെ അല്ലെന്നൊരിൽ അതല്ല സ്കൂൾ യൂണിവേഴ്സിറ്റി മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലെന്നൊരു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള ഈ ലോഗോസ് ഉണ്ടാക്കാൻ. ലോഗോ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിക്കും ഇന്ന് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു 55% ഓഫ് ദ ഇൻഡസ്ട്രി ആ ഒരു ഡൈയിങ് സ്റ്റേജിലോട്ട് പോകാനൊക്കെ ഉള്ള കാരണം മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, പിന്നെ അതുപോലെ ഇച്ചിരി ബുദ്ധിമുട്ടി മെനക്കെടാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ചെറിയ പല ഐറ്റങ്ങളും ഇന്ന് മാർക്കറ്റിലുള്ള ഐറ്റങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ സോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ ട്രേഡ് ചെയ്യാൻ, അല്ലെന്നൊരു ഈവൻ അത്യാവശ്യ കമ്പ്യൂട്ടർ നോളജൊക്കെ വന്നു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഒക്കെ സബ്ബായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമുക്ക് ജീവിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ഇത് കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അതല്ലെന്ന് വരിയിൽ നമുക്ക് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ ഒരു രീതി ചെയ്യാം. എന്തായാലും നമ്മളത് പഠിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും എടുക്കാനും എല്ലാം ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം എന്തുവല്ല ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.